ഇന്ന് നമുക്ക് കേക്ക് മിക്സ് ഉപയോഗിച്ച് നല്ല അടിപൊളി ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗൾ എടുക്കണം. അതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. പിന്നെ ഒരു ബീറ്ററുണ്ട്, നല്ലപോലെ ബീറ്റ് ചെയ്യണം. ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് ആയാലും മതി, വിസ്കും ഇല്ലെങ്കിൽ ഒരു സ്പൂൺ ആയാലും മതി കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് ഒന്ന് പതഞ്ഞ് വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്യണം. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് വാനില സ്പോഞ്ച് കേക്കിൻ്റെ മിക്സാണ് കേട്ടോ. അത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ പല ഫ്ലേവർ കിട്ടും. അപ്പോൾ ഞാനിവിടെ വാനില സ്പോഞ്ച് കേക്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ മിക്സ് ഇതിലോട്ട് മൊത്തത്തിലങ്ങ് ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊരു വിസ്ക് കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇതേപോലെ ഒന്ന് ടൈറ്റായി വരും. അപ്പോൾ കുറച്ച് പാൽ ചേർത്ത് കൊടുക്കാം. പാലില്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറേശ്ശെ പാൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ബാറ്റർ ലൂസായി വരും. ഇതൊരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവും. അങ്ങനെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു ഗ്യാസ് അടുപ്പിലോട്ട് ഒരു ഉരുളി വെച്ച് കൊടുത്ത് അതിനകത്തൊരു റിങ്ങും വെച്ച് കൊടുത്തിട്ട് ഈ കേക്ക് ടിന്ന് അതിലോട്ട് വെച്ച് ഒരു മൂടി കൊണ്ട് അടച്ചൊരു 40 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് 40 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കിയിട്ട് ഒരു ടൂത്ത് പിക്കോ ഒരു പപ്പടം കുത്തി എന്തെങ്കിലും കൊണ്ടൊന്ന് കുത്തി നോക്കുമ്പോൾ ഉൾഭാഗമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടോയെന്ന് അറിയാം. അപ്പോൾ നല്ല കറക്റ്റ് ഭാഗത്തിനാണ് വെന്ത് വന്നേക്കുന്നത്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് അങ്ങോട്ട് തട്ടാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലുള്ള പേപ്പറൊക്കെ അങ്ങ് മാറ്റിയതിന് ശേഷം മറിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചൂട് ഇപ്പോൾ ഉണ്ട്. ഞാൻ ചൂടൊന്നും പോവാതെ തന്നെ കട്ട് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ അത് നല്ല സ്പോഞ്ച് കേക്കാണ്. നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞൂടാത്തവർക്ക് ഇതേപോലെ മിക്സ് വാങ്ങിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.